ഹലോ ഗൈസ്, എ ഡേ വിത്ത് ഷിജോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് കൊച്ചിയിൽ തന്നെയുള്ള മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലം, അതായത് വൈപ്പിനിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരണം, ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് വൈപ്പിനൊക്കെ കഴിഞ്ഞ് വരും. മാലിപ്പുറത്താണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. മാലിപ്പുറത്ത് ഇവിടെ നമ്മുടെ ഒരു ഫിഷറീസ് വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു അക്വ ഫിഷിംഗ് ഫാമുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ആ വഴിയിലാണ് ഇപ്പം ഞങ്ങൾ കയറി നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ല, 2 സൈഡും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുറേ കണ്ടൽക്കാടും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. വളരെ രസമുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് എന്തൊക്കെയോ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിഷിങ് ഇത് ചെയ്യാം, നമ്മൾ തന്നെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് ആ മീനിനെ ഇത് ചെയ്യാം. അങ്ങനെ കുറേ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പം നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ വന്നോളൂ, നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഫാമിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഈ വഴികളെല്ലാം കണ്ടില്ലേ, ഇവിടെ മറ്റ് ബോട്ടും കാര്യങ്ങളും ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട്. ഈ വഴി അകത്തേക്ക് നമുക്ക് പോകണം. ഇവിടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും. ടിക്കറ്റ് ഒരാൾക്ക് ഏകദേശം ഒരു 350-400 രൂപയാണ്. അതിനകത്ത് അപ്പം ഇവിടെ പാക്കേജ് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് നിങ്ങളെ കാണിക്കാം. അതിനകത്ത് ആ പാക്കേജിനകത്ത് ഉൾപ്പെട്ട എല്ലാ സാധനങ്ങളും വരും 400 രൂപയ്ക്ക്. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോവിഡിൻ്റെ നമുക്ക് മാസ്കും മറ്റു കാര്യങ്ങളെല്ലാം നിർബന്ധമായും ധരിക്കണം. ഒരേ സമയം 20-ൽ കൂടുതൽ ആളുകളെ കയറ്റില്ല, അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ഇവിടെ ടെമ്പറേച്ചർ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഫോൺ നമ്പരും ഡീറ്റെയിലും എല്ലാം ഇവിടെ കൊടുക്കണം അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നവർക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഇവിടെ ഡിസ്പോസിബിൾ ടൈപ്പ് ഗ്ലൗ ആണ്. ഈ ഗ്ലൗ നമുക്കിവിടെ തരും. ഇതും എല്ലാം ധരിച്ച് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലാവരും ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഇനി അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അകത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഇതാണ് കണ്ടൽ പാർക്കാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കണ്ടൽ പാർക്കിലേക്കുള്ള വഴിയാണിത്. ചെറിയൊരു ബ്രിഡ്ജ് പോലൊക്കെ പണിതിട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ ഇത് കണ്ടില്ലേ, ഓരോ മരങ്ങളും ഇതുമൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളും എല്ലാം മരത്തിൻ്റെ ചോട്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നമുക്കിവിടെ ഗ്ലൗസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പം ഈ സാധനങ്ങളൊക്കെ ദയവ് ചെയ്ത് നമ്മൾ ഇത് തിരിച്ച് പോകാൻ നേരത്ത് അല്ലെങ്കിൽ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ എവിടെയും നമ്മൾ വലിച്ച് ഊരിയിടരുത്. നമ്മൾ ഒന്നെങ്കിൽ നിങ്ങളിത് കയ്യിലെടുത്തുകൊണ്ട് പോവുക, നിങ്ങളുടെ എവിടെയെങ്കിലും കൊണ്ടത് കളയാനായിട്ട് ഡിസ്പോസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അകത്തിവിടെ വേസ്റ്റ് ഇടാനായിട്ട് മറ്റു കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അവിടെ ഇടുക. വഴിയിലും അവിടെ ഇടയ്ക്ക് ഇട്ട് നമ്മൾ തന്നെ നമ്മുടെ പരിസരങ്ങൾ വൃത്തികേടാക്കി ധാരാളം അസുഖങ്ങൾ വിളിച്ചു വരുത്താണ്. അങ്ങനത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളാണ് നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കിയിടേണ്ടത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് അകത്തേക്കുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടിട്ട് വരാം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് എനിക്കും വലിയ ഐഡിയ ഇല്ല, എന്തൊക്കെയാണുള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എൻ്റെ ഒരു സുഹൃത്ത് ഷാമിൾ. പുള്ളിയും ഫാമിലിയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നതാണ്. അപ്പം ഇനി പോയി ഒന്ന് അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. വരും. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ബോർഡ് കണ്ടോ, എന്താണ് കണ്ടൽവനം, കണ്ടൽവനം എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വന്ന് വായിച്ച് നോക്കുക. വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യജാലങ്ങളെയാണ് പൊതുവെ കണ്ടലെന്ന് പറയുന്നത്. ഇത്തരം പ്രദേശങ്ങൾ അധിക സമയവും വെള്ളത്തിലായതിനാൽ ഇവിടെ മണ്ണിൻ്റെ ലവണാംശം, ഉപ്പ് വളരെ കൂടുതലായിരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ വളരുവാൻ കഴിയില്ല. ഇത്തരം പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന സസ്യ സമൂഹമാണ് കണ്ടൽ വനങ്ങൾ. കടലും പുഴയും ചേരുന്ന അഴിമുഖം പ്രദേശങ്ങളിൽ എക്കൽ കൂടുതലായി അടിഞ്ഞുകൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടൽ വൃക്ഷങ്ങൾ നിബിഡമായി വളരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കണ്ടൽ വനം എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ബോർഡൂടെ ഞാനൊന്ന് കാണിച്ചേക്കാം. അതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്.
കണ്ടോ? ഞാൻ ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാനോർത്തും മുതലയാണെന്നാണ് ഓർത്തത്. അപ്പം നമ്മൾ കണ്ടൽ പാർക്കിനകത്തേക്ക് കയറിയേക്കാണ്. അപ്പോൾ ഇവിടെ ധാരാളം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു എന്താ പറയുക, ചെറിയൊരു തണുപ്പും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലാണ്. പിന്നെ ആ സൈഡിലായിട്ട് നമ്മുടെ പെഡൽ ബോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരുപാട് കിളികളൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കാം, പക്ഷേ കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഇടയ്ക്കൂടെ. പിന്നെ എന്തൊക്കെ കിളികളാണെന്നുള്ളതും അറിയത്തില്ല. ഇപ്പം കരഞ്ഞത് കാക്കയാ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വേലിയേറ്റ സമയമായിരുന്നു. വേലിയേറ്റ സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറും. അപ്പം ഇത് ക്ലോസ് ആക്കിയിടും, ഈ പാർക്ക് ഓപ്പൺ അല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേലിയേറ്റം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചപ്പോൾ വേലിയേറ്റമായതുകൊണ്ട് വെള്ളം കയറി കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടില്ല, മൊത്തം ഈർപ്പമുള്ളതാണ് ഇവിടെ എല്ലാം. കാരണം വെള്ളം ഈ ഒരു ലെവലിൽ തന്നെ കയറി കിടക്കുകയാണ്. എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടൽക്കാടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഒരു പാലം കയറി ഇറങ്ങുന്നിടത്താണ് ഇവിടെ കണ്ടില്ല. ഇവിടെ ഈ സൈഡിലാണ് ഇത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചൂണ്ടയിടാനായിട്ടൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് ഇനിയും ഇത് കുറേ സ്ഥലങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് നടന്ന് പോകുന്നിടത്ത് അവിടെ എന്താ പറയുക, ഫിഷ് ജമ്പിങ് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഇതുണ്ട്, ആ സൈഡിലോട്ടൊന്ന് നോക്കിയാൽ അവിടെ കണ്ടോ, ഇവിടെ ഫിഷ് മീനെ വളർത്തുന്നതാണ് അല്ലേ, മീൻകെട്ടാണത്. അപ്പം നമുക്ക് താഴേക്ക് ഇറങ്ങി ഓൾറെഡി ഇപ്പോൾ സമയം കണ്ട് ഉച്ചയാവാറായി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ വന്നേക്കുന്ന ഒരു ഗസ്റ്റിൽ ഒരാൾക്ക് ഒരു അടിപൊളി ഒരു കരിമീനെ കിട്ടിയേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. അതെ, നമ്മൾ പതുക്കെ ചൂണ്ടയിടുകയാണ്. അറിയത്തില്ല, ഇന്ന് 2-3 പ്രാവശ്യം ഇപ്പോൾ ഇട്ട് നോക്കി, പക്ഷേ കിട്ടിയില്ല. എന്താ പറയുക, തീറ്റ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എത്ര ശരിയായ സമയമല്ല, ബാഡ് ലക്കാണ്. എനിവേ ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫ്രണ്ടുണ്ട് ശ്യാമിൾ, പുള്ളി ഇതിൻ്റെ എക്സ്പേർട്ടാണ്. ഉച്ചസമയമായി, നമ്മൾ പതുക്കെ ചോറുണ്ണാനായിട്ട് കയറിയതാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ സൈഡ്, ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ. നല്ല ചേച്ചിമാരാണ് ഇവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ. നല്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല ഫുഡ് കിട്ടും. അധികം ഒരു പയർ മെഴുക്കുവരട്ടിയുണ്ട്, പപ്പടമുണ്ട്, ക്യാബേജ്, മീൻകറി ഒഴിച്ചിട്ടുണ്ട്, മീൻ വറുത്തതുമുണ്ട്. പിന്നെ നമ്മളിവിടെ മീനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീനെ നമ്മളിവിടെ ചേച്ചിമാർക്ക് വരെ കൊടുത്തു കഴിഞ്ഞാൽ അവരതും വേണേൽ കുക്ക് ചെയ്ത് തരും. അതിന് എനിക്കൊന്ന് എക്സ്ട്രാ ചാർജ് എടുക്കുമെന്ന് തോന്നുന്നു. ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ട് പിന്നെ പറയാം. അപ്പോൾ എനിവേ നല്ല ഫുഡാണ്, നല്ല വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഫുഡും കാര്യങ്ങളും. പിന്നെ ഈ സൈഡ് കണ്ടില്ല, നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡുണ്ട്, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമാണ്. അത്യാവശ്യം ഇവിടുന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ്. ഇന്ന് കഴിക്കാൻ വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ
ഞാനൊന്ന് കഴിക്കാൻ പോകണം. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം അപ്പുറത്ത് നമ്മുടെ മീൻചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ബോട്ടയിലാണ് ഇനിയിപ്പം നമ്മൾ പോയിട്ട് ആ സൈഡിലായിട്ടാണ് നമ്മൾ മീൻചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. നമ്മൾ പതുക്കെ ഇതിലായിട്ട് കയറാൻ പോവാണ്. ബോട്ടയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മീൻചാട്ടം കാണാനായിട്ട് പോവാണ്. മീനൊക്കെ ചാടുന്നത് കണ്ടോണം. അപ്പോൾ ഇതിനകത്ത് വോയിസ് ചിലപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാവും. ബോട്ടിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വോയിസിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ കേട്ടോ. അതിസാഹസികമായ മാസ്മരിക ഷോട്ടുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് മീൻചാടത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൂചിപ്പിക്കണ്ട. അടിപൊളിയൊക്കെ ഇതാണ് കേട്ടോ. ഇതെല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. നല്ല കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കിത് സജസ്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ ശ്യാമിളാണ്. ശ്യാമിളും ഫാമിലി എല്ലാവരും കൂടെ നേരത്തെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും ഞാൻ പക്ഷേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ശ്യാമിളിനൊരു പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ ബാക്കി നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് തരണം. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം കേട്ടോ. മീൻ ചാടുന്ന കണ്ടായിരുന്നോ? ചില പാടാ കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചാടുന്നുണ്ട്. നമ്മുടെ പുറകിൽ എവിടെയൊക്കെ ചാടുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൊരു മീൻ ചാടി കയറിയിരിക്കുകയാണ്.
അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. അപ്പം ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഒന്നുകൂടെ ഒന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മീൻചാട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായി. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം അവരുടെ ബ്രേക്ക് ടൈമാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ശരിക്കും 6 മണി വരെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ സമയത്താണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് രസമുണ്ടാവും. പിന്നെ അവിടെ മുമ്പ് ഓൾറെഡി നമ്മൾ കണ്ടൽക്കാട് കാണിച്ചല്ലോ. കണ്ടൽക്കാടിലും നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വെയിൽ കാരണം പെഡൽ ബോട്ടൊന്നും എടുത്തില്ല. മറ്റു അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെയാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ധാരാളമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫിഷ് ഫാമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അറിഞ്ഞത് നേരെ ഫ്രണ്ടിൽ ഇവിടെ മാലിപ്പുറം ബീച്ചുണ്ട്. നേരെ റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബീച്ചിലോട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ട് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അവിടെ എത്തിയേക്കുകയാണ്. ഇവിടെ കണ്ട് പിള്ളേർ നല്ല തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പിള്ളേരുടെ കളി ഒന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷം ബീച്ചും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓടിച്ചൊന്ന് ചുറ്റി ഒന്ന് കണ്ടിട്ട് നമുക്കിങ്ങനെ പോകുന്നേക്കാം. ഞങ്ങൾ കാരണം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴും അവർക്ക് ബീച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നിങ്ങളെ ബീച്ചൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.